ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്റേഴ്സും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു പാനിപ്പൂരി കടയിൽ ഞങ്ങൾ പാനിപ്പൂരിയും സമൂസ ചാട്ടും ഒക്കെ വാങ്ങിച്ചു വയ്ക്കും. അപ്പം ഇളയ ആളാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ അവളോട് വേണമെന്ന് വെച്ചപ്പോൾ അവൾക്ക് ഈ സാധനം ഇഷ്ടമല്ല, അത് വേറെ എന്തോ മനസ്സിൽ വിചാരിച്ചിട്ട് നിൽക്കുക. അപ്പോൾ ഞാനൊന്ന് കൊടുത്തപ്പോഴത്തേക്കും വല്ലാത്തൊരു മുഖം വെച്ചവിടെ നിൽപ്പുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നപ്പം ഞങ്ങളുടെ ഇവിടുത്തെ സെൻറ്റ് ജോർജ് പള്ളിയിൽ പെരുന്നാളായിരുന്നു. ഒരു 100 വർഷത്തിൽ മേലെ പഴക്കമുണ്ട് കേട്ടോ ഈ പള്ളിക്ക്. അങ്ങനെ അവിടെ ചുമ്മാ ഒന്ന് കയറി വെറുതെ ഇങ്ങനെ പള്ളിപ്പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറി. അങ്ങനെ ഞങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ കുപ്പിവെള്ളം കണ്ടിട്ടോ. കുപ്പിവെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്, ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവെള്ളം. അപ്പം ഞാൻ ആ ചേച്ചീനെ എൻ്റെ അടുത്തേക്ക് വിളിക്കും, കുപ്പിവെള്ളം വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കുക ഏത് കളറാണ് ഇതിൽ എനിക്ക് ഇല്ലാത്ത. അങ്ങനെ ഒരുവിധം നോക്കി എനിക്കില്ലാത്ത ഒരു കളറ് ഞാനങ്ങ് എടുത്തു കേട്ടോ. അങ്ങനെ കുപ്പിവെള്ളമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ പിന്നെയും നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഇവളോട് നിനക്ക് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി അതൊന്നും വേണ്ട, അവൾ 1-2 സാധനം മനസ്സിൽ കണ്ടിട്ടുണ്ട്, അവൾക്ക് അത് തന്നെ വേണമെന്നുള്ള വാശിയിൽ നടക്കുവാണ്. പോകുന്ന വഴിക്ക് ഒരു പൊരിക്കട എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് പിന്നെയും നടന്നേ. ഇവിടെ ഞാൻ ഉദ്ദേശിച്ച പോലത്തില്ലട്ടാ, അവിടെ ഉണ്ട്. കൊച്ചു ഉദ്ദേശിച്ച സാധനം എന്താണെന്ന് മനസ്സിലായോ ഗൈസ്? അവൾക്ക് മാല വേണം, വള വേണം. അത് എന്തോ ഒരു കൊറിയൻ്റെ ഒക്കെ പേരൊക്കെ പറയണ്ടായിരുന്നു. അങ്ങനത്തെ മാല മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു കമ്മൽ മാത്രം വെക്കുന്നൊരു കട കണ്ടേ. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലും ഞങ്ങൾ മറന്നുപോയി. അത് നല്ല അഫോർഡബിൾ റേറ്റിനായിരുന്നു കേട്ടോ എല്ലാം കിട്ടിയത്. ആര് പെറുക്കി ഇട്ടു. ആക്ച്വലി കമ്മലിൻ്റെയൊക്കെ പ്രൈസ് കേട്ടിട്ടേ എന്തോരം വാങ്ങി കൂട്ടിയെന്ന് പോലും അറിയില്ല. അങ്ങനെ ഇഷ്ടം പോലെ വാങ്ങിച്ചു കൂട്ടി. ചേച്ചി 60 അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ബജിക്കട കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ കയറി. ഇതിന് ലേശം കൂടുതലായതുകൊണ്ട് ചൂടെടുത്ത് ചെറുതായിട്ട് നാട്ടുപള്ളി മറ്റേ സാധനമില്ലേ കോളിഫ്ലവർ, അത് പൊരിച്ചത് കണ്ടൊക്കെ ആയിരുന്നു. പക്ഷേ അത് അവർ ഭയങ്കര ചൂടോടെ കേട്ടോ തന്നത്. അത് ആക്രാന്തം കാരണം അത് ആദ്യമേ എടുത്ത് വായി വെച്ചങ്ങനെ വായൊക്കെ പുള്ളിയാണ് തിരിച്ച് വീട്ടിലെത്തിയത് ഗൈസ്.